ഹായ്, ഞാൻ ലിയോ. ഞാൻ ചെറായിന്നാണ് വരുന്നത്. ഒരു വ്ളോഗറാണ്. എൻ്റെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 1 വർഷം ആവുകയാണ്. ഞാൻ ലാഡൻ സിറ്റിയിലാണ് എൻ്റെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? പണ്ട് ഞാൻ ഇതുപോലെ ആയിരുന്നില്ല, വളരെ വ്യത്യസ്തമായിരുന്നാൽ ഇപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ഒരു ക്യാമറമാൻ നിൽക്കാനായാലും ശരിയാണ്, മറ്റുള്ളവരോട് സംസാരിക്കാനും ശരി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ് നമ്മൾ. കാരണം നിങ്ങൾ പല വാർത്താമാധ്യമങ്ങളിലും പല പല വിഷയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുന്നത് വളരെ ജെന്യൂനായിട്ടുള്ള, വളരെയധികം സെക്യൂറായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാഡൻ സിറ്റിയിൽ വരാം. ഞാൻ 3000-ഓളം ഗ്രാഫ്റ്റാണ് ചെയ്തത്. റിയൽ ടൈം FU ആയിരുന്നു. സഫയർ ബ്ലഡാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടിക്ക് വളരെയധികം തിക്നെസ്സിൽ ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിക്കുക, ഡോക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുക. നിങ്ങൾ ചെറിയ ചെറിയ ഓഫറുകളും മറ്റ് മനം മയക്കുന്ന മറ്റ് വാഗ്ദാനങ്ങളും വീഴാതെ നിങ്ങളുടെ ശരീരമാണെന്നും നിങ്ങളുടെ തലയാണെന്നും നിങ്ങൾ മനസ്സിലായിക്കൊണ്ട്, നിങ്ങളുടെ ജീവിതമാണെന്ന് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥാപനത്തിലേക്ക് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഇതിൻ്റെ അകത്ത് ലാഡൻ സിറ്റിയാണ് നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത്.